നന്മയെല്ലാം നൽകിയിടുന്ന നല്ലൊരു യേശുനാഥൻ തൻ വഴി പിൻഗമിച്ച ആനന്ദം നിത്യമാകും. പൊൻവെള്ളിയിൽ ശ്രേഷ്ഠനായ സൂര്യതേജോമയൻ വെണ്മവസ്ത്രധാരിയായ യേശു തമ്പുരാനെ ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെ തേടി വന്നു. നല്ലിടയനായ യേശു എന്നെ തേടി വന്നു. ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി. എന്നെ തന്നെ യാഗമായി തിരുമുൻപിലേകിടുന്നു. വേറെ ഒന്നും നൽകാനില്ലേ, ഞാനെന്നും നിന്റേതല്ലേ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെ തേടി വന്നു. നല്ലിടയനായ യേശു എന്നെ തേടി വന്നു. സ്നേഹം പാടുന്ന
യേശുവിൻ സ്നേഹം പാടും ഞാൻ, ക്രൂശിലെ സ്നേഹം പാടും ഞാൻ. പാടിടാം ഞാൻ സ്നേഹത്തിൻ ഗാനം, കേൾക്കാനായി വന്നിടുമോ സ്നേഹിതാ. യേശുവിൻ സ്നേഹം പാടും ഞാൻ, ക്രൂശിലെ സ്നേഹം പാടും ഞാൻ. യേശുവിൻ സ്നേഹം പാടും ഞാൻ, ക്രൂശിലെ സ്നേഹം പാടും ഞാൻ. യേശുവിൻ സ്നേഹം പാടും ഞാൻ, ക്രൂശിലെ സ്നേഹം പാടും ഞാൻ. അടുത്തതായി കർത്താവ് ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യം കേൾക്കുവാനായി പോകുകയാണ്. ജീവിതത്തിൽ ഒരുപാട് കഥാപുസ്തകങ്ങളുണ്ട്, ഒത്തിരി നിരൂപണങ്ങളിൽ കൂടെ എഴുതപ്പെട്ട ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. എന്നാൽ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച ക്രിസ്തുവിൽ നിന്നുള്ള ദൈവപ്രവൃത്തി, ദൈവം ചെയ്ത ഉപകാരം, കർത്താവ് ചെയ്ത വിടുതലിനെ ഓർത്തുകൊണ്ട് അത്ഭുത സാക്ഷ്യം പറയുവാനായി കർത്താവിന്റെ ആസിയെ മുൻപോട്ട് ക്ഷണിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ എല്ലാവർക്കും വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിൽ വന്ദനം. എൻ്റെ പേര് അഖില. ഞാൻ ഒരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ കർത്താവിനെ അറിഞ്ഞു വന്നത്. ഞാൻ കർത്താവിനെ അറിഞ്ഞു എന്നല്ല, കർത്താവ് എന്നെ അറിഞ്ഞു. സ്തോത്രം. ഞാൻ എല്ലാവർക്കും ഒരു ചെറിയ പ്രായത്തിലൊക്കെ കളിക്കുന്നതും അല്ലെങ്കിൽ മാതാപിതാക്കളോടൊപ്പമുള്ള സന്തോഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓർമ്മയിൽ വരുന്നത്. പക്ഷേ ഞാൻ ഓർമ്മിക്കുന്നത് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നതെന്ന് പറയുമ്പം ദൈവങ്ങൾക്ക് മാല കെട്ടുക, പൂ കെട്ടുക, പിന്നെ വിളക്ക് ഒരുക്കുക, വിളക്ക് തേക്കുക, ഇങ്ങനെയൊക്കെ മുതിർന്നവർ ചെയ്യുന്നത് കണ്ട് അത് അവരെ സഹായിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നീട് ഞാൻ വളർന്നു വരുമ്പോൾ അതനുസരിച്ച് എൻ്റെ ഭക്തിയും പൂജാ കാര്യങ്ങളും എല്ലാം വളർന്നു വന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞു. എനിക്ക് 2 മക്കളാവുന്ന സമയത്ത് പോലും ഞാൻ ഈ ഒരു ആരാധന, പ്രാർത്ഥന, ക്ഷേത്രങ്ങളിൽ പൊങ്കാലയിടുക, പൂ കെട്ടുക, സപ്താഹങ്ങൾ, അതുപോലെ ഹാലാസ്യം. എൻ്റെ ഒരു വീടെന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രമായിരുന്നു. ഞാൻ ചെയ്യുന്ന എന്ത് കർമ്മമാണോ കാര്യങ്ങളാണോ അതിലൊക്കെ എൻ്റെ 2 മക്കളും കൂടെ ചേരുമായിരുന്നു. അവർ 2 പേരും ഏത് കാര്യമാണെങ്കിലും അതിനോട് കൂടെ ചേരും. പിന്നെ ആ സമയത്തൊക്കെ എന്ന് പറയുമ്പം എനിക്ക് അറിയുന്നത് ദൈവങ്ങൾ ഒത്തിരി ഉണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്. പക്ഷേ ഇതിലേത് ദൈവമാണ് വലുത്? ആ ഒരു അന്വേഷണം എന്നെ ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ വ്യക്തികൾ പറയുന്ന കാര്യങ്ങളിലും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുവാനോ അല്ലെങ്കിൽ അത് അറിയുവാനൊക്കെ എനിക്ക് വളരെ ഉത്സാഹമായിരുന്നു. ഒരു വലിയ ദൈവത്തിനെ ഞാൻ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ആ ദൈവത്തിനെ എനിക്ക് കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് ആരാണോ പറയുന്നത് ഒരു ക്ഷേത്രത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഏതൊരു അമ്പലത്തിനെക്കുറിച്ച്, ഒരു പൂജയെക്കുറിച്ച്, അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കും. ഞാൻ ആ ക്ഷേത്രത്തിൽ പോവും. ആ അമ്പലങ്ങളിൽ അവർ പറയുന്നത് എന്തൊക്കെ പൂജയാണോ കാര്യങ്ങളാണോ ഇതെല്ലാം ഞാൻ ചെയ്തും കൊണ്ടേയിരുന്നു. പക്ഷേ എനിക്ക് ആ ദൈവത്തിനെ കണ്ടെത്താനായിട്ട് അതുവരെയും കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ അമ്പലത്തിൽ പോക്ക് മുടക്കിയോ? ഇല്ല. ഞാൻ ആ അമ്പലങ്ങളിലെല്ലാം ഇങ്ങനെ കയറി ഇറങ്ങി ദൈവത്തിനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അഖില, സിസ്റ്റർ അന്വേഷിക്കുന്നത് ഒരു അല്ലാഹു എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ശിവൻ ആരാധിക്കുന്നത്, അല്ലാഹുവിനെയാണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അറിയുന്നതാണ് ഇപ്പോൾ ഹിന്ദു മതത്തിലെ ദൈവങ്ങൾക്കപ്പുറം മറ്റൊരു ദൈവത്തിനെ ഞാൻ കേൾക്കുന്നത്.
അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിനെ അറിയണമല്ലോ, അതെന്താണെന്ന് എനിക്ക് പഠിക്കണമല്ലോ എന്ന് പറഞ്ഞ് ആ സഹോദരി എനിക്ക് കലിമ ചൊല്ലി തന്നു. ഞാൻ കലിമ ചൊല്ലി അതിനുശേഷം നമസ്കരിക്കാൻ തുടങ്ങി. അവരുടെ ആ ക്രമപ്രകാരം വീണ്ടും ഞാൻ ഖുർആൻ പഠിക്കാനും അങ്ങനെ തുടങ്ങി. എന്നിട്ടും ഞാൻ ഈ അന്വേഷിക്കുന്ന ദൈവത്തെ എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഞാൻ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വീണ്ടും ഞാൻ പൊയ്ക്കൊണ്ടേയിരുന്നു. പൂജകൾ, പിന്നെ എരുക്ക് ഒരു മാസമൊക്കെ ഞങ്ങൾ ഇരുന്ന് ഒരു മാല കെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി പേപ്പർ വാങ്ങിയിട്ട് അതിനെ കീറി മരണം അടുക്കില്ല എന്ന് പറയും പഞ്ചാക്ഷര മന്ത്രം, അതിനെയൊക്കെ എഴുതി ഒരു വലിയ മാല കിട്ടും. അതിന് ഒരു മാസത്തെ ജോലിയുണ്ട്. രാത്രിയും പകലും ഒക്കെ ഇരുന്ന് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ അത് കെട്ടും. അതുപോലെ അടുത്ത ക്ഷേത്രങ്ങളിലൊക്കെ പൂജ, അത് മണ്ഡലച്ചിറപ്പ് ഇതുപോലെയൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ഈ മാല വാങ്ങിയിട്ടാൽ ഒരു തൃപ്തി വരില്ല. എൻ്റെ ഹാരം കിട്ടുന്ന ഒരു സഹോദരനുണ്ട് എനിക്ക്. അപ്പോൾ ഞങ്ങൾ ചാലയിൽ പോയിട്ട് ഒത്തിരി പൂവ് ഒരുമിച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പൂവിനെ ഞങ്ങൾ രാത്രി മുഴുവനും 2 ദിവസമായിട്ടൊക്കെ ഇരുന്ന് മുഴുവനും കെട്ടും. എന്നിട്ട് ഞങ്ങൾക്ക് തൃപ്തി വരുന്ന വണ്ണം വലിയ മാലകളൊക്കെ കെട്ടിയെടുത്ത് അമ്പലത്തിൽ കൊണ്ടുപോകും. എന്നിട്ട് വിഗ്രഹങ്ങൾക്കിടും, എണ്ണ ഒഴിക്കും. ആ വിഗ്രഹ പൂജ ആരാധന ഇത് തന്നെയായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ ഹസ്ബൻഡ് പലപ്പോഴും കളിയാക്കി എന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിനൊക്കെ അനുവദിക്കുമെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നീ ഒരു കാവ്യ കൊടുത്തിട്ട് നീ പോയി അമ്പലത്തിൽ ഇരിക്കുക എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നടക്കുന്ന ആ ഒരു സമയത്ത് എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങി. എൻ്റെ ഹസ്ബൻഡ് മദ്യപിക്കാൻ തുടങ്ങി. മദ്യപിച്ച് 1-2 ആഴ്ചകൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. സന്തോഷമായിട്ടൊക്കെ വരുമ്പോൾ തമാശ പറയും, കുട്ടികളെ കളിപ്പിക്കും, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൽ വലിയ പ്രശ്നമില്ല. ആൾക്കാർ ഈ മദ്യം പ്രശ്നമാണെന്ന് പറയുന്നത് അത് വെറുതെ ആണെന്ന് എനിക്ക് തോന്നി. എന്നാൽ ഈ 2 ആഴ്ചയോളം കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണം വിളമ്പി വെച്ച് അതിനെ എടുത്തെറിയാൻ തുടങ്ങി, കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി, അവരെ ഓടിക്കാൻ തുടങ്ങി, പിന്നെ സാധനങ്ങളൊക്കെ വലിച്ചെറിയും, വീട്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥകൾ വന്നു തുടങ്ങി. ഇങ്ങനെ സ്ഥിതിക്ക് മാറ്റം വന്നു. ഞങ്ങൾ പിന്നീട് വർഷങ്ങൾ ഈ ഒരു ദുരന്തത്തിൽ ആയിരുന്നു. ഈ കഷ്ടങ്ങളെല്ലാം വന്നപ്പോൾ പിന്നെ ഇദ്ദേഹം ജോലിക്ക് പോകാതായി. മദ്യം പകലും രാത്രിയും ഒരുപോലെ മദ്യം അവരുടെ കൂട്ടുകാരുടെ കൂടെ ചേർന്നിട്ട് വീട്ടിൽ ഞങ്ങളുടെ ബുദ്ധിമുട്ട്, കുട്ടികളുണ്ട്, സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലാതെ ഇവർ രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ ഉടുത്തിരിക്കുന്ന മുണ്ട് തോളിലിട്ടുകൊണ്ടായിരിക്കും ചില ദിവസങ്ങളിൽ ഞങ്ങളുടെ വീട്ടിൽ കയറി വരുന്നത്. കയറി വന്നാലും അവർക്ക് സ്വബോധം ഉണ്ടാവില്ല. ഒരു ജനലിൽ പിടിച്ച് അങ്ങാറ്റം ഇങ്ങേറ്റം ആടി നിൽക്കും. പിന്നെ പലപ്പോഴും ഞങ്ങൾ വെള്ളം കോരി തലയിലൂടെ ഒഴിച്ചിട്ട് ഒരുവിധപ്പെട്ടായിരിക്കും വീടിനുള്ളിൽ ഞങ്ങളെ കൊണ്ട് കടത്തുന്നത്. അയൽക്കാരൊന്ന് പിന്നെ വഴക്ക്, ബഹളം, ഇങ്ങനെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ തുടങ്ങിയപ്പം അയൽക്കാരും ഞങ്ങളോട് മിണ്ടാതായി. പിന്നെ സഹോദരങ്ങൾ, പാർട്ടിക്കാർ, ഇവരെല്ലാം അവരെ കൊണ്ട് പറ്റുന്ന വിധം ഉപദേശിച്ചു. അവസാനം അവരെല്ലാവരും മടുത്തു. ഞാൻ ഈ പൊക്കോണ്ടിരുന്ന ക്ഷേത്രങ്ങളിലൊക്കെ പിന്നീട് ഈ വലിയ ദൈവത്തെ അന്വേഷിച്ചല്ല, ഞാനൊരു സമാധാനം തേടി പിന്നീട് ഞാൻ പോകാൻ തുടങ്ങി. ഞാൻ ഏതെല്ലാം ക്ഷേത്രങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടോ, ഏതെല്ലാം ദൈവങ്ങളെ ഞാൻ അറിഞ്ഞോ, അവിടെയെല്ലാം ഞാനൊരു സമാധാനത്തിന് വേണ്ടി പോയി. കാരണം എൻ്റെ ഹസ്ബൻഡ് പറയായിരുന്നു, ഇങ്ങനെ നമ്മളെ അന്വേഷിക്കാൻ ആരുമില്ല, നമ്മളെ സഹായിക്കാൻ ആരുമില്ല, ഈ ലോകത്തിൽ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വ്യക്തികളും ഇല്ല, അതുകൊണ്ട് നമുക്ക് മരിച്ചു കളയാം എന്ന് പറയും. അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഇല്ല അപ്പ, ഞങ്ങൾക്ക് പേടിയുണ്ട്, ഞങ്ങൾക്ക് മരിക്കാനായിട്ട് ഞങ്ങൾക്ക് പേടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇല്ല നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ കൊന്നിട്ട് ഞാനും മരിക്കാം, അപ്പോൾ പിന്നെ നിങ്ങൾ പേടിക്കണ്ടല്ലോ. ഇങ്ങനെ ഈ വാക്ക് കേട്ടതിന് ശേഷം ഇത് ഒരു വട്ടമല്ല പലവട്ടം ചെറിയ കുഞ്ഞുങ്ങളോട് പറഞ്ഞപ്പോൾ അവരാകെ പേടിച്ചു. അവർക്ക് ഉറങ്ങാൻ വയ്യാതായി. പിന്നെ വീട്ടിൽ കിടന്ന് ഉറങ്ങാനും പറ്റില്ല. കാരണം അവർ ഞങ്ങൾ കിടക്കുമ്പോൾ ആയിരിക്കും ഇവർ മദ്യപിച്ചിട്ട് വരുന്നത്. വന്നാൽ വെട്ടുകത്തിയായിരിക്കും ചിലപ്പോൾ കൈ കിട്ടണമെങ്കിൽ അത് എടുത്തിട്ട് ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറയാൻ വരുന്നതായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങളെ കൊന്നുകളയുന്നു. ഞങ്ങൾ ഇറങ്ങി പുറത്ത് ഓടും. അവിടെ റബ്ബർ കാടുണ്ട്. പിന്നെ ഈ റബ്ബറിന് പിന്നെ വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടി റബ്ബർ തോട്ടത്തിൽ കുഴിയെടുത്തിട്ടുണ്ട്. ആ കുഴിയിൽ പല ദിവസങ്ങളും ഞങ്ങൾ ഇവരുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയിരുന്നിട്ടുണ്ട്. പല രാത്രികളിൽ മഴ പെയ്യുമ്പോൾ ഞങ്ങൾ ആ റബ്ബറിൻ്റെ അഴുകിയ ഇലയുടെ ഇടയിൽ ഞങ്ങൾ മരത്തിൻ്റെ തണൽ നോക്കി ഇവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ചില ദിവസങ്ങളിൽ അവിടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം അതാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ദിവസം വേറൊന്നായിരിക്കും. വന്ന് കിണറ്റിൽ നിന്ന് കെട്ടിയിട്ടിരിക്കുന്ന കയറെടുക്കും, തൊട്ടി അഴിച്ച് അവിടെ ഇട്ടിട്ട്, ഞാൻ ഇന്ന് തൂങ്ങിച്ചാവും, നിങ്ങൾ ഇനി എന്നെ കാണൂല, നിങ്ങൾക്കിനി എന്നെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവില്ല, ഇങ്ങനെ പറയും. ഇങ്ങനെ പറഞ്ഞിട്ട് കയറും കൊണ്ടുപോകും. കയറും കൊണ്ടുപോകുമ്പോൾ ചെറിയ കുഞ്ഞായിരിക്കുന്ന മകനാണ്
കൂടെ പോകുന്നത്. ഞാനും എൻ്റെ മോളും വീട്ടിലായിരിക്കും. എന്നിട്ട് ഇവരെ എവിടെ ചെന്നിട്ടാണോ ബോധം കെട്ട് വീഴുന്നത് അവിടെ വരെ എൻ്റെ കുഞ്ഞ് പോവും. അവിടെ ചെന്ന് ഇവർക്ക് ബോധം വരുന്നവരെയും അവിടെ ആ മരച്ചുവട്ടിൽ ഇവർക്കൊപ്പം എൻ്റെ കുഞ്ഞ് അവിടെ ഉണ്ടാവും. അതിനുശേഷം ബോധം വരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വരും. അങ്ങനെയായിരിക്കും. ഒരു ദിവസം അടുത്ത ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് തുണികളോ അല്ലെങ്കിൽ പുസ്തകങ്ങളോ എൻ്റെ പുരാണങ്ങൾ ഞാൻ അത് വായിക്കുന്ന ക്ഷേത്രപരമായിട്ടുള്ള എല്ലാ കീർത്തനങ്ങളും ഹാലാസ്യങ്ങൾ, അതുപോലെ ഭാഗവതം, ഒത്തിരി ഹൈന്ദവ മതത്തിൽ എനിക്കറിയാവുന്ന സകല മന്ത്രങ്ങളും തന്ത്രങ്ങളും പുരാണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ ഭാഗവതം വായിക്കാൻ പോകുമായിരുന്നു. ഭാഗവതം ഏകദേശം ഒരു 3/4 ഭാഗത്തോളം എനിക്ക് കംപ്ലീറ്റ് കാണാതെ അറിയാമായിരുന്നു. അത്രയുമൊക്കെ ഞാൻ പഠിച്ചു. പക്ഷെ ഞാൻ വിചാരിക്കും, എനിക്ക് എന്തുകൊണ്ട് ഈ ദൈവം എൻ്റെ അടുത്ത് കനിയുന്നില്ല, ഞാനിങ്ങനെ അല്ലേ പ്രാർത്ഥിക്കേണ്ടതെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ സമാധാനം തേടി പൊയ്ക്കൊണ്ടേയിരുന്നു. അത് ജ്യോത്സ്യന്മാരാവട്ടെ അല്ലെങ്കിൽ മന്ത്രവാദികളാവട്ടെ, ഇവർ പറയുന്ന പരിഹാരക്രിയകളൊക്കെ ഞാൻ ചെയ്തും കൊണ്ടും ഇരുന്നു. ആ സമയങ്ങളിലും ഓരോ ദിവസവും ഞങ്ങൾ മരണഭയത്തിൽ തന്നെ ആയിരുന്നു ഓരോ ദിവസവും ഞങ്ങൾ മുൻപോട്ട് പോയത്. ഇതിന് അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു പ്രതിവിധി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എൻ്റെ സഹോദരങ്ങളോ അതല്ലെങ്കിൽ മറ്റുള്ളവരോ ഇന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു മാറ്റം വരുമെന്ന് പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഞങ്ങൾ കഷ്ടപ്പെടുന്ന ആ സമയങ്ങളിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമായി പിന്നീട് സ്കൂളിൽ പോകുന്നത്. അത് കഴിഞ്ഞ് അവർ മടങ്ങി അവർ വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് വെട്ടുകത്തി അല്ലെങ്കിൽ മണ്ണെണ്ണ, തീപ്പെട്ടി ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇവർ പറക്കി ഒളിച്ചു വയ്ക്കും. ഇവർ ഒളിച്ചു വെച്ചിട്ട് പറയും അപ്പം നമ്മളെ കൊല്ലും, അതുകൊണ്ട് ഇതെല്ലാം പറക്കി ഒളിച്ചു വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞങ്ങൾ കിടന്ന് ചിലപ്പോൾ ഒന്ന് മയക്കം പിടിക്കുമ്പോഴായിരിക്കും ഇവർ കയറി വരുന്ന സമയത്ത് പറയും അപ്പം അമ്മ ഉറങ്ങല്ലേ, അപ്പം നമ്മളെ കൊന്നുകളയും എന്ന് പറയും. ഇവർ പലപ്പോഴും ഞങ്ങളകത്തുള്ളപ്പോൾ ഞങ്ങളെ വീടിനുള്ളിൽ ഉള്ളപ്പോൾ തന്നെ തുണികൾ, പുസ്തകങ്ങളും അതുപോലെ ഇവരുടെ ഡ്രസ്സുകൾ, കട്ടിൽ ഇതുപോലെ കത്തിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം വാരിയിട്ട് കത്തിക്കുമായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ഒരു ജീവിതത്തിൽ പക്ഷെ മരിക്കണമെന്ന് തോന്നിയിട്ടില്ല. ഈ കഷ്ടങ്ങളെല്ലാം ഞങ്ങൾ അനുഭവിച്ച് മുമ്പോട്ട് പോകുമ്പോഴേക്കും ഞങ്ങൾക്ക് മരിക്കണമെന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടേ ഇല്ല. പക്ഷേ ഇവരെങ്ങനെ രക്ഷിക്കും എന്നുള്ള ആ ഒരു ചിന്ത അതെൻ്റെ മനസ്സിലിങ്ങനെ കത്തിക്കൊണ്ടേയിരുന്നു. ഓരോ സ്ഥലങ്ങളിലും ഞാൻ പോയിക്കൊണ്ടുവരുന്നു. ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ലേ, ഇന്നല്ലെങ്കിൽ നാളെ ഒരു സമാധാനം ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ മുമ്പോട്ട് പോയി. എന്നാൽ എനിക്ക് ഇതിനകത്ത് ഒരു മാറ്റവും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന ഒരു കുട്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഈ അടുത്ത് ഞാൻ ഒരു ജോത്സ്യനെ പോയി കണ്ടിരുന്നു. അവർ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പരിഹാരം ഉണ്ടായി, അതുകൊണ്ട് ചേച്ചി ഒന്ന് പോയി അവസാനമായിട്ട് ഒന്നും കൂടി പോയി നോക്ക്. ഞാൻ പറഞ്ഞിരുന്നു ഇനി ഞാൻ ആരെയും കാണാൻ പോവില്ല എന്ന്. അപ്പോൾ ഈ കുട്ടി വന്ന് പറഞ്ഞപ്പോൾ അവൾ തന്നെ എനിക്ക് പൈസയും തന്നു, എന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിൻ്റെ ഭർത്താവിനെ കൊണ്ട് ഈ രീതിയിൽ മദ്യപിച്ചും ഇങ്ങനെ മയക്കുമരുന്ന് കഴിച്ചും ഇതേപോലെ സിഗരറ്റ് വലിച്ചുമൊക്കെ കഴിയുന്ന നിൻ്റെ ഭർത്താവിനെ കൊണ്ട് ഇനി ഒരു ദിവസം മുതൽ നിനക്ക് പ്രയോജനം ഉണ്ടാവില്ല. അയാൾക്കിനി നിങ്ങൾക്ക് ജോലി ചെയ്ത് തരാനോ നിങ്ങളുടെ കുടുംബം പോറ്റാനോ ഒന്നിനും അയാൾക്ക് പറ്റില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, അയാളെ അടിച്ച് കളയുക, ഇനിയിപ്പോൾ അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല, അങ്ങനെ അങ്ങ് ചെയ്യുക, ഇനി നന്നാക്കിയെടുക്കാൻ നടക്കുന്നതിനേക്കാൾ നല്ലത് അതാണെന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ എനിക്ക് ഭാരം ഉണ്ടായിരുന്നത് പ്രായമായ എൻ്റെ മകളാണ്. അപ്പോൾ അവൾക്കൊരു ജീവിതം ഉണ്ടാവണമല്ലോ, അതിനു വേണ്ടിയിട്ട് ഈ അവസ്ഥയിൽ എങ്ങനെ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് നീ ഒന്ന് കണ്ണടച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഈ കാലത്ത് അങ്ങനെ ഒരു വിവാഹമെന്നോ അല്ലെങ്കിൽ ഒരു പ്രായമായ ഒരു പെൺകുട്ടി വീട്ടിൽ ഇരിക്കുന്നതെന്നോ പറഞ്ഞിട്ട് ഒരു മാതാപിതാക്കൾക്കും വേദനയൊന്നുമില്ല. കാരണം കണ്ണടച്ച് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കൂടെ അവളെ ഇറങ്ങിപ്പോയി ജീവിച്ചോളും, പിന്നെ ഒരു മകനല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് അങ്ങ് ജീവിക്കാം, സാരമില്ല എന്ന് പറഞ്ഞു. ഇന്ന് ലോകം നോക്കുമ്പോൾ അത് സത്യമാണ്. എൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണെങ്കിലും എനിക്ക് തോന്നി ഞാനൊരു ഭാര്യയാണ്, ഒരു മാതാവാണ്, പക്ഷേ എന്നോടിങ്ങനെ പറയാൻ തോന്നിയല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഇല്ല, എനിക്ക് ദൈവമുണ്ട്, ദൈവം ജീവനോടെ ഉണ്ട്, ദൈവമുണ്ട് എന്നെനിക്കറിയാം, പക്ഷേ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നു എന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യ. അങ്ങനെ ഞാൻ ചിന്തിച്ച് വീട്ടിലിരിക്കുന്ന ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ചയാണെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ വെള്ളിയാഴ്ച ഞാൻ ഒരു ഉച്ചയോട് അടുക്കുന്ന ഒരു സമയത്ത്
ഞാൻ എൻ്റെ അകത്തുനിന്ന് വീടിനകത്തുനിന്ന് മുറ്റത്തേക്ക് ഇറങ്ങുന്ന പടിയിൽ ഞാൻ ഇരുന്നു. ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എനിക്ക് ഞാൻ എന്തുകൊണ്ട് ദൈവത്തിനെ ഞാൻ ഇത്ര കാലമായിട്ട് എനിക്ക് അറിവാകുന്നതിന് മുമ്പ് തൊട്ടേ ഞാൻ ആരാധിച്ചും പ്രാർത്ഥിച്ചും തുടങ്ങി. പക്ഷേ എനിക്കൊരു കഷ്ടം വന്നപ്പോൾ എന്തുകൊണ്ട് ഈ ദൈവം എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല, എന്നെ അല്ലെങ്കിൽ രക്ഷിക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്നെ ഈ അവസ്ഥയിൽ നിന്ന് എനിക്കൊരു മാറ്റം വരുന്നില്ല, ഞാൻ ഇനി എങ്ങനെ ദൈവത്തിനെ വിളിക്കണം? ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിയാവാത്തതുകൊണ്ടാണോ? അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇനി എന്താണ് എൻ്റെ ഉള്ള കുറ്റം അല്ലെങ്കിൽ കുറവ്? ഇങ്ങനെ ഞാനിരുന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു ഭയങ്കരമായ ഒരു മുഴക്കം ഉണ്ടായി. മുഴക്കം ഉണ്ടായ സമയത്തും ഞാൻ പറയുന്നു, ഇത് മരണമാണ് മുഴങ്ങുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോകാനായിട്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നാൽ പിന്നീട് എനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് എനിക്ക് ഒരു പ്രകാശവും ഒരു ശബ്ദവുമായിട്ട് വരും. ആ പ്രകാശം വന്നിട്ട് എൻ്റെ മുഖത്തും എൻ്റെ തലയിലും എൻ്റെ ദേഹത്തുമായിട്ട് വന്ന് അടിച്ചു. ഒരു പ്രകാശം വന്ന് ഒരു ശക്തിയുള്ള ഒരു പ്രകാശം വന്നടിച്ചു. ആ സമയത്ത് എനിക്കൊരു ഓർമ്മയുണ്ടാകുന്നത്, പിന്നെ അവിടെ കൊണ്ടുപോകാമെന്നൊരു ശബ്ദവും കേട്ടു. അങ്ങനെ ഞാനിത് ആരെന്ന് നോക്കുന്നതിന് മുമ്പ് എവിടെ എന്നുള്ളൊരു ഒരു ഓർമ്മ ഒന്ന് ചിന്തിക്കാൻ ഞാൻ നോക്കി, എവിടെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് ഞാനിങ്ങനെ എന്നോട് തന്നെ ഞാൻ ചോദിച്ചു. ആ സമയത്ത് ഞാൻ ഒരു 2 വർഷം മുമ്പിൽ ഞാൻ ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ആ ഷോപ്പിലായിരുന്നപ്പോൾ അവിടെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് സുഖമില്ലാതെ ഇരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് അവൾക്ക് കുറവൊന്നുമില്ലായിരുന്നു, കാലിനായിരുന്നു അസുഖം, നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോയി. എന്നിട്ടൊരു വൈകിട്ടാവുന്ന സമയത്ത് ഇവള് ഞങ്ങളുടെ ഷോപ്പിലേക്ക് കയറി വന്നപ്പോൾ നല്ല സുഖമായിട്ട് നന്നായിട്ട് നടന്നു വന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു, നിന്നെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല, എന്നെ ഒരു പള്ളിയിലാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ അന്യാരാധനയുടെ ഒരു പിടിയിൽ തന്നെ ആയിരിക്കുന്നു. കാരണം അനേക ദൈവങ്ങളുള്ള ആ ഒരു മേഖലയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. 38 മുക്കോടി ദൈവങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അതിൽ ഞാൻ ശിവനല്ലാതെ വേറൊരു ദൈവത്തിനെ ഞാൻ ആരാധിച്ചില്ല. അതിവരുടെ മുഖത്ത് നോക്കി അവരോട് സംസാരിച്ചാൽ എനിക്ക് ശിവൻ കോപിക്കും, അല്ലെങ്കിൽ എൻ്റെ ശിവന് അത് വിഷമാവും എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ മറ്റു ദൈവങ്ങളുമായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പോലും തുനിയാത്ത ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഞാൻ ഈ പള്ളിയിൽ എന്താണ് സംഭവിച്ചതെന്നോ അവിടെ ആരാണ് ഉള്ളതെന്നോ ഞാൻ ചോദിച്ചില്ല. ഞാൻ ഈ കൂട്ടുകാരിയോട് ഞാൻ പറഞ്ഞു, നമുക്ക് അവിടെ ഒരു ദിവസം പോകണമേ, ഇങ്ങനെ മാത്രം ഞാൻ പറഞ്ഞു. പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടുമില്ല. എന്നാൽ ഈ പ്രകാശം വന്ന് ചുറ്റി മുന്നിട്ട് അവിടെ അവിടെ കൊണ്ടുപോകുക എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആ ഒരു രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവിടെ കൊണ്ടുപോകണം, പക്ഷേ അവിടെ കൊണ്ടുപോയാൽ രക്ഷപ്പെടും, അവിടെ പോയാൽ രക്ഷപ്പെടും. അങ്ങനെ ഒരു വാഞ്ച എൻ്റെ ഉള്ളിൽ ഉണ്ടായി. സ്തോത്രം. ഞാൻ അങ്ങനെ ആ സഹോദരിയെ വിളിക്കാനിടയായി. അവളെ വിളിച്ചപ്പോൾ അവൾക്ക് നമ്പരൊന്നും തരാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് പോകാം, നെടുമങ്ങാടാണെന്ന് അറിയാം. അപ്പോൾ ഇതുപോലെ അനേക പള്ളികളുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഇന്ന രീതിയിൽ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നോന്നൊന്നും എനിക്കറിയില്ല. അവിടെ ഇവളെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാനും കൂടി വരാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞായറാഴ്ച ഞാനും എൻ്റെ കൂട്ടുകാരിയുമായിട്ട് അവിടെ പോയി. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു. പിന്നെ എനിക്കൊരു സ്ഥലകാല ബോധം വന്നപ്പോൾ പുൽപ്പുറ്റിൽ ഒരു മയക്ക് പിടിച്ചിട്ട് ഒരാൾ നിൽപ്പുണ്ട്. പുൽപ്പുറ്റെന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് അറിയുന്നത്, അന്ന് എനിക്കിതൊന്നും അറിയില്ല. അപ്പോൾ ആ ആൾ നിന്നിട്ട് വിളിച്ചു പറയുന്നു, ഞാൻ ഓരോ ദിവസവും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടി അനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ച്, ഞാൻ എന്തെല്ലാം അനുഭവിച്ചോ, ഉറക്കമില്ലാതെ ഓടിയത്, ഞങ്ങൾ അട്ടയുടെയും പുഴുവിൻ്റെയും ഇടയിൽ ആ കരിയിൽ അഴുകിയ എടുത്ത് ഞങ്ങൾ കിടന്നത്, ഭക്ഷണം കിട്ടാതെ എൻ്റെ കുഞ്ഞുങ്ങൾ കരഞ്ഞത്, മറ്റുള്ള പലരുടെയും വീടിൻ്റെ മുറ്റത്ത് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ച് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ കാത്തിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആരോ എൻ്റെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യങ്ങൾ, അങ്ങനെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയാണോ എന്ന് ഞാൻ ആദ്യം സംശയിച്ചു. പിന്നീട് ആണ് എനിക്ക് ഇല്ല, അവർ പോലും അറിയാത്ത എൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും മാത്രം അനുഭവിച്ചു പോയ ആ ഒരു
കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നു. അത് അപ്പോൾ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് കരച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാണ് കരയണതെന്ന് എനിക്കറിയില്ലായിരുന്നു. കരയുക എന്നുള്ളതിനപ്പുറം വേറെ ഒന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. സ്തോത്രം. അന്ന് ഞാൻ വിചാരിച്ചു ഇതാണോ സ്വർഗം എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ആരാധനയുണ്ടായിരുന്നു. ആ ആരാധനയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു, ഞാൻ കേൾക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു ഓർമ്മ വന്നതെന്ന് പറയുമ്പോൾ ഇതാണ് ഞാൻ ഇതുവരെയും അന്വേഷിച്ച് നടന്ന എൻ്റെ വലിയ ദൈവം. സ്തോത്രം. ആ ദൈവം ഇവിടെയാണ് ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഒരു 4-5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരു രക്ഷിതാവിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട്, അത് പെരുമഴയിലോ കൊടുങ്കാറ്റിലോ പെട്ടുപോയിട്ട്, കാട്ടുമൃഗങ്ങളുടെ മധ്യേ പെട്ടുപോയിട്ട്, ഇരുളിൽ പെട്ടുപോയിട്ട്, ഹല്ലേലൂയ, എന്നെ രക്ഷിക്കാൻ ആരുമില്ല, ഞാനിപ്പോൾ തീർന്നു പോകുമല്ലോ, എനിക്കുള്ളതെല്ലാം തീർന്നു പോകുമല്ലോ, എന്നെ രക്ഷിക്കാൻ ആര്? ഈ രീതിയിൽ ഹല്ലേലൂയ ദിവസങ്ങൾ മരണവുമായി മല്ലിട്ട് ഒരു അവസ്ഥയിൽ ജീവിച്ച് വരുമ്പോൾ പെട്ടെന്ന് ഒരു രക്ഷിതാവിനെ, കൈവിട്ടു പോയ രക്ഷിതാവിനെ മുമ്പിൽ കണ്ടതുപോലെ എനിക്കൊരു ആശ്വാസം ലഭിച്ചു. ആ ഒരു രക്ഷ ഞാൻ അന്ന് കണ്ടു. ഹല്ലേലൂയ. ഈ ദൈവത്തിനെയാണ് വലിയവനായ ദൈവത്തിനെയാണ് ഞാൻ അന്വേഷിച്ച് നടന്നത് എന്നുള്ള ഒരു ബോധം എനിക്ക് അന്നുണ്ടായി. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അവനൊരിക്കലും നമ്മളെ അറിയാതെ പോകുന്ന ദൈവമല്ല. യേശു മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് നമ്മെ രക്ഷിക്കാൻ. ഏത് കഷ്ടത്തിൽ നിന്നും, ഏത് സങ്കടത്തിൽ നിന്നും, ഹല്ലേലൂയ, ഏത് മരണകരമായ അവസ്ഥയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ യേശു കർത്താവ് മാത്രമേ ഉള്ളൂ ഈ ലോകത്തിലെന്ന് ഞാൻ അന്ന് തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവം തന്നെയായിരുന്നു എന്ന് പറയുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്ന് പറയുന്നു. എന്നിൽ ആ വെളിച്ചം കടന്നു വന്നു. ഹല്ലേലൂയ. അതുവരെ ഉണ്ടായിരുന്ന ആ ഇരുള് എന്നിൽ നിന്ന് മാറിപ്പോയി. ആ സത്യ ദൈവത്തെ അറിയുവാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്നു. ഹല്ലേലൂയ. പിന്നീട് അന്ന് ഞായറാഴ്ചയായിരുന്നു, അന്ന് ഉയർപ്പിൻ്റെ ഞായർ എന്ന് പറയുന്ന ആ ദിവസമായിരുന്നു ഞാൻ എൻ്റെ കർത്താവിനെ തേടി സന്നിധിയിലെത്തിയത്. അതിനുശേഷം വെള്ളിയാഴ്ച എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോകണം എന്ന് ഉള്ളൊരു ഹൃദയ വാഞ്ചയുണ്ടായി. അങ്ങനെ ഞാൻ വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ വഴക്കാണ്, പ്രശ്നമാണ്, ഇതൊക്കെയാണെങ്കിൽ വ്യാഴാഴ്ചയായപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് നന്നായിട്ട് സുഖമില്ലാതിരിക്കണത് അറിയാമല്ലോ എന്ന് പറഞ്ഞു. വഴക്കം ഉണ്ടാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം കിടന്നത്. എങ്കിലും ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യാത്തത് കൊണ്ട് നിങ്ങൾ വീണ്ടും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, രാവിലെ എന്നോട് കൂടെ വരിക, പിണക്കം ഇല്ലയെന്ന് എനിക്ക് മനസ്സിലാവുമല്ലോ, അതല്ല എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പിന്നീട് തീരുമാനിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോയി കിടന്നു. എന്നാൽ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എൻ്റെ മക്കൾ വന്ന് എന്നെ വിളിച്ചു. അവർ പറഞ്ഞു, അപ്പ ഹോസ്പിറ്റലിൽ പോയവാൻ റെഡിയായി നിൽക്കുന്നു, അമ്മ എഴുന്നേക്കെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് റെഡിയായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കൊണ്ട് വന്നത് ഈ ദൈവസന്നിധിയിലായിരുന്നു. ഈ ദൈവസന്നിധിയിൽ അന്ന് വരികയും ഞങ്ങളെ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്ന ആ ദേവദാസൻ തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞു, 18 പ്രാവശ്യം വീട്ടിനുള്ളിലിട്ട് ഞങ്ങളെ കൊല്ലാനൊരുങ്ങി. പക്ഷേ കർത്താവ് ഓരോ സമയത്തും ഓരോ ദിവസവും ഹല്ലേലൂയ അതിനെ മാറ്റി, ഞങ്ങളിൽ നിന്ന് അതിനെ മാറ്റിവിട്ടു. ഞങ്ങളെ കത്തിക്കാൻ വരുമ്പോൾ അവർ കട്ടില അല്ലെങ്കിൽ തുണികളോ വാരിയിട്ട് കത്തിക്കാനിടയായി. ഞങ്ങളെ വെട്ടാൻ വരുമ്പോൾ അത് കട്ടിളക്കാലായിട്ടോ അല്ലെങ്കിൽ അലമാരിയായിട്ടോ അവരുടെ കണ്ണിൽപ്പെട്ടു. അങ്ങനെ 18 പ്രാവശ്യം ഞങ്ങളുടെ മരണം ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തന്ന വലിയവനായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്നെ ഈ മരണകരമായ അവസ്ഥയിൽ നിന്ന് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും വിടുവിച്ച ദൈവം, ഹല്ലേലൂയ, ഏത് സാഹചര്യത്തിലും നമ്മുടെ മരിച്ച ഏതവസ്ഥയിലും ഇറങ്ങി വരാൻ ശക്തനാണ്. അവൻ മാത്രമേ ഇറങ്ങി വരാനുള്ളൂ എന്ന് ഹല്ലേലൂയ അന്ന് ബോധ്യമായി എനിക്ക്. പിന്നീട് ഞാൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കാൻ തക്കവണ്ണം എനിക്ക് പിന്നിലൊന്നുമില്ലായിരുന്നു. കാരണം അതെല്ലാം ശൂന്യമാണ്, അതെല്ലാം എന്നെ പറ്റിക്കുകയായിരുന്നു. ഹല്ലേലൂയ. പലരും ദൈവങ്ങളെന്ന് പറയുമ്പോൾ ഇത്ര കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇതിനൊന്നും നമ്മൾക്ക് ഒരു ദിവസത്തെ സമാധാനം തരാനോ നമുക്ക് ആ ജീവനെ തരാനോ ഇതിന് പറ്റില്ല എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം എനിക്ക് ഉണ്ടായി. പിന്നീട് എൻ്റെ മക്കളോ ഞാനോ എൻ്റെ ഹസ്ബൻഡോ അതിലോട്ട് തിരിഞ്ഞു നോക്കാൻ ഇടവന്നിട്ടില്ല. സ്തോത്രം. ഇന്ന് ഞാനും എൻ്റെ മകനും സുവിശേഷ വേലയിലായിരിക്കുമ്പോൾ എൻ്റെ കുടുംബം
എന്നും പുലർത്തുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അദ്ദേഹം ജോലി ചെയ്ത് ഞങ്ങളുടെ കുടുംബം മാന്യമായി പോറ്റുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിനെ ഉയർത്തുവാൻ കർത്താവിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഇനി എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. സ്തോത്രം. ദൈവം തൻ്റെ ദാസിയെ അനുഗ്രഹിക്കട്ടെ. ഇന്നും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് സ്വർഗത്തു നിന്നും ദൈവം മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ സൂര്യൻ ഒന്ന്, ചന്ദ്രൻ ഒന്ന്, സർവ്വ മനുഷ്യനും ശ്വസിക്കുന്ന വായു ഒന്ന്, സർവ്വ മനുഷ്യൻ്റെയും ശരീരത്തിൽ കൂടുന്ന ഓടുന്ന ബ്ലഡ് ഒന്ന് എങ്കിൽ ഏക സത്യ ദൈവമായ അഖിലാണ്ടത്തെ ഉണ്ടാക്കിയ ദൈവം സാക്ഷാൽ മനുഷ്യപുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അതാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന് മാത്രമേ ലോകം തരാത്ത സമാധാനം, മതങ്ങൾ തരാത്ത സമാധാനം, ആചാരങ്ങൾ തരാൻ കഴിയാത്ത സമാധാനം, അല്ലെങ്കിൽ ലോകത്ത് മനുഷ്യൻ അന്വേഷിക്കുന്ന എന്തിനേക്കാളും വാസ്തവമായിട്ട് മനുഷ്യന് ദൈവം സമാധാനം കൊടുക്കുന്നു. ഇവിടെ മതങ്ങളല്ല സമാധാനം കൊടുക്കുന്നത്. പാസ്റ്റോ, പുരോഹിതന്മാരോ, പണ്ഡിതന്മാരോ, കുബേരന്മാരോ അല്ല സമാധാനം കൊടുക്കുന്നത്. മനുഷ്യന് വേണ്ടി താണലോകത്തേക്ക് ഇറങ്ങി വന്ന നസ്രയനായ യേശുക്രിസ്തു വന്ന ഏകസത്യ ദൈവത്തെ ആർ വിശ്വസിക്കുന്നോ അവർക്ക് സമാധാനം. നമുക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ സഹോദരിയും കർത്താവ് അനേക സാക്ഷ്യത്തിനായി ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസനെ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ജൂനിയർ തഞ്ചാവൂർ ബില്യം എന്നറിയപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ മുമ്പോട്ട് വന്ന് ഇപ്പോൾ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ മിമിക്രി, നാടകം, ബാലെ തുടങ്ങിയ വിവിധ കലാപരിപാടികളുടെ ഈ ദേശത്ത് പല ക്ലബ്ബുകളിലും ഉത്സവ സ്ഥലങ്ങളിലൊക്കെ മദ്യവും മയക്കുമരുന്നുമായി കലാരംഗത്ത് പ്രവർത്തിച്ച ഒരു കലാകാരനായി എനിക്ക് യേശുവിനെ സാക്ഷിക്കുവാനും പാടുവാനും ഒരു അവസരം ദൈവം എനിക്ക് ഈ ദേശത്ത് തന്നതിനായി നന്ദി പറയുകയാണ്. സ്തോത്രം. പണം കൊടുത്തു പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? പണം കൊടുത്തു പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? ജീവിതമാകും പെരുവഴിയിൽ, ജീവിതമാകും പെരുവഴിയിൽ പുതിയ പുലരി തേടിയോടും യാത്രക്കാരാ, ഓർക്കുക നീ ലോകസുഖം വ്യർത്ഥമല്ലോ, മായയല്ലോ, സർവം മായയല്ലോ. പണം കൊടുത്തു പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? പണം കൊടുത്താൽ ആഹാരം വാങ്ങാം, ആ പണം കൊടുത്താൽ ആത്മമന്ന ലഭിക്കുമോ?
പണം കൊടുത്താൽ മണിമേട വാങ്ങാം. ആ മണിമേടയിൽ ശാശ്വതമായി വാഴുമോ? ആത്മമന്ന വേണമോ? നിത്യഭവനം വേണമോ? ആത്മമന്ന വേണമോ? നിത്യഭവനം വേണമോ? രക്ഷിതാവിനരികിൽ നീ വാവാ, യേശുവിൻ അരികിൽ നീ വാവാ, രക്ഷിതാവിനരികിൽ നീ വാവാ, യേശുവിൻ അരികിൽ നീ വാവാ. പണം കൊടുത്തു പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? പണം കൊടുത്താൽ പുസ്തകങ്ങൾ വാങ്ങാം. ആ പണം കൊടുത്താൽ ആത്മജ്ഞാനം ലഭിക്കുമോ? പണം കൊടുത്താൽ വൈദ്യന്മാരെ കാണാം. ആ പണം കൊടുത്താൽ നിത്യസൗഖ്യം ലഭിക്കുമോ? ആത്മജ്ഞാനം വേണമോ? നിത്യസൗഖ്യം വേണമോ? ആത്മജ്ഞാനം വേണമോ? നിത്യസൗഖ്യം വേണമോ? രക്ഷിതാവിനരികിൽ നീ വാവാ, യേശുവിൻ അരികിൽ നീ വാവാ, രക്ഷിതാവിനരികിൽ നീ വാവാ, യേശുവിൻ അരികിൽ നീ വാവാ. പണം കൊടുത്തു പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? പണം കൊടുത്താൽ കുടിവെള്ളം വാങ്ങാം. ആ പണം കൊടുത്താൽ ആത്മദാഹം തീരുമോ? പണം കൊടുത്താൽ വിഗ്രഹങ്ങൾ വാങ്ങാം. ആ പണം കൊടുത്താൽ ദൈവശക്തി ലഭിക്കുമോ? ജീവജലം വേണമോ? ദൈവശക്തി വേണമോ? ജീവജലം വേണമോ? ദൈവശക്തി വേണമോ? രക്ഷിതാവിനരികിൽ നീ വാവാ, യേശുവിൻ അരികിൽ നീ വാവാ, രക്ഷിതാവിനരികിൽ നീ വാവാ, യേശുവിൻ അരികിൽ നീ വാവാ. പണം കൊടുത്തു പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? ജീവിതമാകും പെരുവഴിയിൽ, ജീവിതമാകും പെരുവഴിയിൽ പുതിയ പുലരി തേടിയോടും യാത്രക്കാരാ, ഓർക്കുക ലോകസുഖം വ്യർത്ഥമല്ലോ, മായയല്ലോ, സർവം മായയല്ലോ. പണം കൊടുത്തു പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? പണം കൊടുത്തു പലതും നേടും മനുഷ്യ, നീ പണം കൊടുത്താൽ ഉലകിലെന്നും വാഴുമോ? ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായി നല്ലൊരു സാക്ഷ്യം നമ്മൾ കേട്ടു, നല്ല ഗാനങ്ങൾ കേട്ടു.
ഇനി നമ്മൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ക്രിസ്തുവിൻ്റെ സാക്ഷിമൊഴികൾ, രക്ഷാമാർഗത്തെക്കുറിച്ചുള്ള തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കുഞ്ഞുമോൻ മുൻപോട്ട് വന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം പിന്നെ മഹത്വമാറാകട്ടെ. പുത്തൻപാലം പ്രവർത്തിക്കുന്ന ഡിവൈൻ ന്യൂൽ സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലഹരി വിരുദ്ധ സുവിശേഷ സന്ദേശ യാത്രയാണ് ഇന്ന് പകൽക്കാലം ഈ ഗ്രാമത്തിലും എത്തിച്ചേർന്നിരിക്കുന്നത്. മനോഹരമായ സാക്ഷ്യങ്ങളും പാട്ടുകളും കേൾക്കുവാൻ കഴിഞ്ഞു. ഞങ്ങളുടെ ഈ ചെറിയ ശബ്ദ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും വന്നവനും വീണ്ടും വരുന്നവനുമായ കർത്താവിൻ്റെ നാമത്തിലുള്ള യേശു കൃഷ്ണനാമത്തിലുള്ള നന്ദിയും സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. അല്പനിമിഷങ്ങൾ കൂടെ നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയെ ഞങ്ങൾ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം നിരവധിയായ പ്രസംഗങ്ങൾ നാം കേട്ട് കഴിഞ്ഞു. ഇലക്ഷൻ എടുക്കുമ്പോൾ പൊള്ളയായ വാഗ്ദാനം നൽകിക്കൊണ്ട് അനവധി രാഷ്ട്രീയക്കാരുടെ പ്രസംഗം നാം കേൾക്കാറുണ്ട്. മരുന്ന് വിൽപ്പനക്കാരൻ്റെയും മറ്റു പരസ്യക്കാരൻ്റെയും പ്രസംഗം നാം കേൾക്കാറുണ്ട്. എന്നാൽ നിത്യതയ്ക്ക് ദൈവിക സമാധാനത്തിന് ഉതകുന്ന ഒരു ലഘു സന്ദേശം ഇന്ന് പകൽക്കാലം നിങ്ങളോട് അറിയിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് വളർന്നു വരുന്ന അവിടെ തലമുറകളാണ്. ഒരു രാജ്യത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും വിവേകവും ബുദ്ധിയുമുള്ള ഒരു യുവതലമുറയാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നാം ഇന്ന് കാണുമ്പോൾ വളർത്തപ്പെടുന്ന മാതാപിതാക്കൾക്ക് യാതൊരു ഗുണവും ഉണ്ടാകാതെ, കുടുംബത്തിന് യാതൊരു ഗുണവും ഉണ്ടാകാതെ, കുടുംബത്തിനും സമൂഹത്തിനും തലവേദന തീർന്നുകൊണ്ടിരിക്കുന്ന അനേക തലമുറകളെ കാണുവാൻ കഴിയും. രാജ്യത്ത് നോക്കിയാൽ എണ്ണിയാലൊടുങ്ങാത്ത കൊലപാതകങ്ങളും പിടിച്ചുപറികളും ബലാത്സംഗങ്ങളും അങ്ങനെ തുടങ്ങി മനുഷ്യ മനസാക്ഷിയെപ്പോലും ഞെട്ടിക്കുന്ന നിരവധി ക്രൂരകൃത്യങ്ങൾ കേൾക്കുവാൻ കഴിയും. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടാണോ? നാം പറയുന്നു കേരളം പ്രബുദ്ധമായ ജനങ്ങൾ വസിക്കുന്ന ഒരു പ്രബുദ്ധ കേരളമാണ്. വിദ്യാഭ്യാസം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട് ഉന്നതി കൈവരിച്ച ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് നാം പറയാറുണ്ട്. പക്ഷെ അതേ കേരളത്തിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ കാണുമ്പോൾ നാം ചിന്തിക്കുക, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് എന്ത് നേടുവാൻ കഴിഞ്ഞു? പണ്ടാരോ പറഞ്ഞു വെച്ചു കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്ന്. ഏത് ദൈവത്തിനെന്ന് മാത്രം പറഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്വന്തം നാടിൽ കേൾക്കുന്ന വാർത്തകളാണോ ഇതാണോ ദൈവത്തിൻ്റെ സ്വന്തം നാട്? ഇത്രയും കൊലപാതകങ്ങളുള്ള, ഇത്രയും ഭവനഭേദങ്ങളുള്ള, ഇത്രയും ബലാത്സംഗങ്ങളുള്ള, മാതാവിനെ പിതാവിനെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്ന, വാർത്തെടുക്കുന്ന ഇതാണോ ദൈവത്തിൻ്റെ സ്വന്തം നാട്? അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടല്ല. ഇനി നമുക്ക് നോക്കാം, സമ്പത്തിൻ്റെ കുറവ് കൊണ്ടാണോ? ഇല്ല, അനേക സമ്പന്നന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്. എത്രയോ സമ്പന്നന്മാർ, വിദ്യാഭ്യാസമുള്ളവർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് സമാധാനമില്ല. ഇങ്ങനെ നോക്കിയാൽ കുടുംബങ്ങളും ദേശങ്ങളും രാജ്യങ്ങളും രാഷ്ട്രങ്ങളുമൊക്കെയും അസമാധാനത്തിലും അക്രമ പ്രവൃത്തികളിലും മുഴുകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതൊന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പിറകെ ഒരു അടിസ്ഥാന കാരണമുണ്ട്. വിദ്യാഭ്യാസത്തിന് ചെയ്യുവാൻ കഴിയാത്ത, സമ്പത്തിന് ചെയ്യുവാൻ കഴിയാത്ത, നിന്റെ പാരമ്പര്യത്തിന് ചെയ്യുവാൻ കഴിയാത്ത, നിന്റെ ആചാരങ്ങൾ വിടുവിക്കുവാൻ കഴിയാത്ത ഒരു പ്രത്യേക ശക്തി ഇതിൻ്റെ പിറകിൽ കാണുവാൻ കഴിയും. സത്യവേദ പുസ്തകം അതിനെ പറയുന്നത് പാപമെന്നാണ്. സകല മനുഷ്യനിലും പാപം കുടികൊള്ളുന്നു. വിദ്യാഭ്യാസമുള്ളവനിലും സമ്പത്തുള്ളവനിലും കുടുംബ മഹിമയുള്ളവനിലും ആചാരാനുഷ്ഠാനമുള്ളവനിലും ഒരുപോലെ പാപം കുടികൊള്ളുന്നുണ്ട്. വേദപുസ്തകം പറയുന്നു സകല മനുഷ്യനും പാപികളാണ്. അപ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് പാപത്തെ മാറ്റുവാൻ കഴിയുകയില്ല. സമ്പത്ത് കൊണ്ടൊരുവൻ്റെ പാപത്തെ പരിഹരിക്കുവാൻ കഴിയുകയില്ല.
തീർത്ഥയാത്രകൾ കൊണ്ട് ഒരിക്കലും ഒരുവൻ്റെ പാപത്തെ കഴുകിക്കളയുവാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ എത്രയോ മനുഷ്യനു മുമ്പേ രക്ഷപ്പെടണമായിരുന്നു, എത്രയോ മനുഷ്യൻ മോക്ഷം പ്രാപിക്കണമായിരുന്നു. നടത്തിയ തീർത്ഥയാത്രകൾക്കും നടത്തിയ സൽപ്രവൃത്തികൾക്കും തക്കവണ്ണം എത്രയോ മനുഷ്യൻ അനുഗ്രഹം പ്രാപിക്കണമായിരുന്നു, എത്രയോ പേർ സമാധാനം പ്രാപിക്കണമായിരുന്നു, എത്രയോ പേർ ഉന്നതി പ്രാപിക്കണമായിരുന്നു. പക്ഷെ അതൊക്കെയും വെറുതെയാണെന്ന് അവരുടെ ജീവിതങ്ങളെ പഠിച്ചാൽ കാണുവാൻ കഴിയും. അപ്പോൾ എന്താണ് ഇതൊരു പരിഹാരമാർഗം? ഈ പാപത്തിൽ നിന്ന്, ഈ മദ്യത്തിൻ്റെ ലഹരിയിൽ നിന്ന് കുടുംബങ്ങളെ, തലമുറകളെ ആർക്ക് വിടുവിക്കുവാൻ കഴിയും? വിദ്യാഭ്യാസം കൊണ്ട് ഒരിക്കലും അത് വിടുവിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് ഏറ്റവും അധികം ലഹരി ഉപയോഗിക്കുന്നത് വിദ്യാസമ്പന്നരെ കാണുവാൻ കഴിയും. സമൂഹത്തിൽ ഉന്നതന്മാരാണ് ലഹരി പാർട്ടികൾ നടത്തിക്കൊണ്ട് രാജ്യത്തെ ഇത്രത്തോളം അധമതിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഭരണകൂടമില്ലാത്തത് കൊണ്ടാണോ? ഇവിടെ ഒരു നിയമവ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണോ? ഇവിടെ ഭരണാധികാരികളോ നിയമപാലകരില്ലാത്തത് കൊണ്ടാണോ? ഇവിടെ പോലീസ് സ്റ്റേഷനുകളോ കോടതികളോ ഇല്ലാത്തത് കൊണ്ടാണോ? ഇല്ല, ഇതൊക്കെയും കേരളത്തിൽ അധികമായുണ്ട്. വിദ്യാഭ്യാസമുണ്ട്, എല്ലാ നിലയിലും എല്ലാ കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല ഇതിന് പരിഹാരമെന്ന് കാണുവാൻ കഴിയും. സത്യവേദ പുസ്തകത്തിൽ കൂടെ മാത്രമേ അതിനൊരു പരിഹാരം കാണുവാൻ കഴിയുന്നുള്ളൂ. വേദപുസ്തകത്തിൽ ശലോമോൻ എന്ന് പറയുന്ന രാജാവ് സദൃശവാക്യങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതുകയാണ്: ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് ആവലാതി, ആർക്ക് കൺചുവപ്പ്, ആർക്ക് അനാവശ്യമായ മുറിവ്. പിന്നെ ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്: ചുവന്ന് തിളങ്ങുന്ന പാത്രത്തിൽ തിളങ്ങുന്ന ചുവന്ന് വീഞ്ഞു കുടിക്കുന്നവന്, മദ്യപിച്ച് മധോന്മത്തിനായി തീർന്നിരിക്കുന്നവന്, അവന് മാത്രമാണ് അനാവശ്യ മുറിവുള്ളത്, അവന് മാത്രമാണ് കഷ്ടമുള്ളത്, അവന് മാത്രമാണ് അനാവശ്യ സങ്കടമുള്ളത്, അവന് മാത്രമാണ് അവൻ നിരാശകളുള്ളത്, വീഴ്ചകളുള്ളത്. അതുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: നീ അത് കുടിക്കരുത്, അത് നിന്നെ സർപ്പം പോലെ കൊത്തും, അത് അണലി പോലെ നിന്നെ കടിക്കും. അവൻ നീ മാന്യനായ കുടിയനായിരിക്കാം, ചിലപ്പോൾ മാന്യത ഇല്ലാത്ത കുടിയനായിരിക്കാം. നീ ഏത് കുടിയനായാലും ശരി, നീ മദ്യപാനിയാണ്, അത് നിൻ്റെ അവൻ ആരോഗ്യം തകർക്കും, നിൻ്റെ സമ്പത്ത് തകർക്കും, നിൻ്റെ കുടുംബം നശിപ്പിച്ച് കളയും. മദ്യത്തിന് അടിമകളായി തീർന്നിട്ട്, ലഹരിക്ക് അടിമകളായി തീർന്നിട്ട് അപ്പനെയും അമ്മയും തിരിച്ചറിയുവാൻ കഴിയാതെ, ഭാര്യയെയും മകളെയും തിരിച്ചറിയുവാൻ കഴിയാതെ, സഹോദരങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ ക്രൂരത പ്രവർത്തിക്കുന്ന, ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരു ശക്തി ഉണ്ട് എങ്കിൽ അതിനൊരു പരിഹാരമുണ്ട് എന്ന് കാണുവാൻ കഴിയും. നോക്കുക, വളരെ ദാരിദ്ര്യമായ കുടുംബത്തിൽ പിറക്കുന്നവർ പോലും, അല്ലെങ്കിൽ ആ മാതാപിതാക്കളും ഒരു ആഗ്രഹം ഇങ്ങനെയാണ്: എൻ്റെ മകൻ, എൻ്റെ മകൾ നല്ല വിദ്യാഭ്യാസമുള്ളവനായി, അവൻ സമൂഹത്തിൽ നല്ല ജോലിയുള്ളവനായി, അവൻ ഉന്നതനായി തീരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ വളരെ പ്രതീക്ഷയോടെ പാടത്തും പറമ്പത്തും പണിയെടുത്ത് അവരുടെ കഷ്ടതകൾ സഹിച്ചുകൊണ്ട്, അവർ ആഹാരം കഴിച്ചില്ല എങ്കിലും മക്കളെ പോറ്റി വളർത്തിക്കൊണ്ട് അവർക്കൊരു ലക്ഷ്യമുണ്ട്: എൻ്റെ മകൻ, എൻ്റെ മകൾ ഉന്നതന്മാരായി തീരണമെന്ന്. പക്ഷേ അതേ മാതാപിതാക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട്, അവരുടെ ആഗ്രഹത്തിന് വീഴ്ച വരുത്തിക്കൊണ്ട് എത്രയോ തലമുറകൾ സമൂഹത്തിൽ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം എന്താണ്? അതിനെയാണ് പാപമെന്ന് പറയുന്നത്. നാം ചിന്തിക്കും, ഈ 21-ാം നൂറ്റാണ്ടിലും എവിടെയാ പാപം? മനുഷ്യൻ ചന്ദ്രനിൽ ഭൂമി വാങ്ങുന്നു, അവനവിടെ പോവുകയും വരികയും ചെയ്യുന്നു. ഇത്രയും പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ എവിടെയാണ് പാപമെന്ന് പറയുന്നത്? പക്ഷെ വേദപുസ്തകം പറയുന്നു, ആമേൻ, മനുഷ്യ, ആമേൻ, നീ ജനിച്ചു എങ്കിൽ, ആമേൻ, സ്തോത്രം, ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യരിലും പാപങ്ങളും കാണുവാൻ കഴിയും. ഇതിന് പരിഹാരം വരുത്തുവാൻ എന്താ മാർഗം? ആമേൻ, നാം നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസം കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല. സമ്പത്ത് കൊണ്ടൊരിക്കലും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല. ദാനധർമ്മങ്ങൾ കൊണ്ടൊരിക്കലും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല. തീർത്ഥയാത്ര കൊണ്ടൊരിക്കലും പാപത്തിന് മോചനം പ്രാപിക്കുവാൻ കഴിയുകയില്ല. എങ്കിൽ പിന്നെ എന്താണ് ഇതിനുള്ള മാർഗം? എങ്കിൽ പിന്നെ എന്താണ് ഒരു വഴി? എങ്ങനെ പാപത്തിന് മോചനം പ്രാപിക്കുവാൻ കഴിയും? എൻ്റെ കുടുംബത്തിൻ്റെ അസമാധാനം എങ്ങനെ മാറ്റുവാൻ കഴിയും? എൻ്റെ തലമുറയുടെ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം എങ്ങനെ മാറ്റുവാൻ കഴിയും? നോക്കുക, നമ്മുടെ തലമുറകൾ, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ തലമുറകൾ ഇന്ന് പലരും ലഹരിക്ക് അടിമകളായി തീർന്നുകൊണ്ട് നാളൊരു കാലത്ത് രാജ്യം ഭരിക്കേണ്ടവർ, നാളൊരു കാലത്ത് കുടുംബം ഭരിക്കേണ്ടവർ, നാളൊരു കാലത്ത് സമൂഹത്തിന് നല്ല മൂല്യങ്ങൾ കാഴ്ചവെക്കേണ്ടവർ പലരും ലഹരിക്ക് അടിമ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, യുവതലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാഷ്ട്രം, രാജ്യം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരേ ഒരു മാർഗമേ ഉള്ളൂ: രക്ഷ പ്രാപിക്കുക. എങ്ങനെ? ആമേൻ, സ്തോത്രം. വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു: മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ്. യേശു ക്രിസ്തു നാമത്തിൽ കൂടെ അല്ലാതെ ആർക്കും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല. കാരണം ഇതുവരെ കടന്നു വന്ന ആരും പാപത്തിന് പരിഹാരം വരുത്തിയവരല്ല. അവരാരും പറഞ്ഞില്ല, ഞാൻ നിനക്ക് രക്ഷ നൽകാമെന്ന്.
അവരാരും പറഞ്ഞില്ല ഞാൻ നിനക്ക് സമാധാനം നൽകാമെന്ന്. വന്ന സകലരും അവൻ്റെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി മറ്റുള്ളവൻ്റെ രക്തം ചോദിച്ചു വാങ്ങിയപ്പോൾ ഒരുവൻ മാത്രം ഇറങ്ങി വന്നിട്ട് കാൽവരി ക്രൂശിൽ തൻ്റെ യൗവന രക്തം ചൊരിഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. കാൽവരി ക്രൂശിൽ കൂടെ ചൊരിഞ്ഞ ഒഴുകപ്പെട്ട ആ രക്തത്തിൽ കൂടെ, ആ യേശുവിൽ കൂടെ മാത്രമേ നിത്യസമാധാനം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. യേശു കടന്നു വന്ന് ഒരിക്കലും ഒരു മതം സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല. യേശു ഒരിക്കലും ഒരു മതം ഇവിടെ സ്ഥാപിച്ചില്ല. ക്രിസ്തു മതം യേശു സ്ഥാപിച്ചതല്ല. ആമേൻ, സ്തോത്രം. ക്രിസ്തു മതം എന്ന് പറയുന്ന ഒരു വിഭാഗം യേശു ഉണ്ടാക്കിയെടുത്തതുമല്ല. 1-ാം നൂറ്റാണ്ടിൽ യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചവരെ നോക്കിക്കൊണ്ട് അന്നത്തെ സമൂഹം വിളിച്ചു, ഇവർ ക്രിസ്ത്യാനികളാണെന്ന് വിളിച്ചു. പിന്നീട് നോക്കുക, കാലാന്തരത്തിൽ നോക്കുമ്പോൾ മാറി മാറി ഭരിച്ച സകല ഭരണകർത്താക്കളും അവരുടെ വിജയത്തിൻ്റെ, അവരുടെ സിംഹാസനത്തിൻ്റെ അടിത്തറ ഉറപ്പിക്കുവാൻ ബ്രിട്ടീഷുകാരൻ്റെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ തന്ത്രം പോലെ ജാതിയും മതവും വർഗവും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവർ അവരുടെ സിംഹാസനം ഉറപ്പിച്ചപ്പോൾ, ആ ജാതിക്കും മതത്തിനും രാജ്യത്തിന് ഏറ്റവും വിലയുണ്ടായപ്പോൾ, ആ ജാതിയോ മതം കൊണ്ട് ഒരുത്തനും ഒരു ഗുണമുണ്ടാകാതിരുന്നപ്പോൾ യേശു ഇവിടെ കടന്നു വന്നത് ഒരു മതം സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല. യേശു ഒരിക്കലും മതം സ്ഥാപിച്ചുമില്ല. അവനൊരു മതസ്ഥാപകനുമല്ല. അവൻ യേശു ഒരു മാർഗം മാത്രമാണ്. അവൻ പറയുകയാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. യേശു ഒരു മാർഗമായിരുന്നു. എവിടേക്കുള്ള മാർഗം? നിത്യതയിലേക്കുള്ള മാർഗം. അവൻ നിത്യരക്ഷയിലേക്കുള്ള മാർഗം. അവൻ പാപത്തിൻ്റെ, അവൻ അന്ധകാരത്തിൽ നിന്ന്, നിത്യ നരകത്തിൻ്റെ വഴിയിൽ നിന്ന് ഒരു രക്ഷയ്ക്കുള്ള മാർഗം യേശുവായിരുന്നു. അതുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. അപ്പോൾ രക്ഷ പ്രാപിക്കുവാൻ, മോചനം പ്രാപിക്കുവാൻ, മോക്ഷം പ്രാപിക്കുവാൻ വചനം പറയുന്നൊരു വ്യവസ്ഥയുണ്ട്. കർത്താവായ യേശു വിശ്വസിക്കുക എന്നുള്ളത് മാത്രം. അപ്പോൾ യേശു ഇവിടെ കടന്നു വന്ന് ഒരു മതം സ്ഥാപിച്ചില്ല, ഒരു പ്രത്യേക സംഘടന ഉണ്ടാക്കിയില്ല, ഒരു പ്രത്യേക ജാതി വിഭാഗം ഉണ്ടാക്കിയില്ല. നാളിതുവരെ ഭരിച്ച, നോക്ക്, നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ മാറി മാറി ഭരിച്ച എത്രയോ രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, എത്രയോ രാജ്യശില്പികളുണ്ടായിരുന്നു. അവരാരും ജാതിയുടെ കോളം മാറ്റിയില്ല, അവരാരും മതത്തിൻ്റെ കോളം മാറ്റിയില്ല. കാരണം അവർ കോട്ട് പിടിക്കണമെങ്കിൽ ഈ മതത്തിൻ്റെയും ജാതിയുടെയും കോളം ആവശ്യമായിരുന്നു. പക്ഷേ യേശു കടന്നു വന്നത് ഒരു മതം സ്ഥാപിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന് രക്ഷ നൽകുവാൻ വേണ്ടിയല്ല. അവൻ യേശു ജനിക്കുമ്പോൾ ദൂതന്മാർ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷം ഞാൻ നിങ്ങൾ സുവിശേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രക്ഷ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ലായിരുന്നു, ഒരു പ്രത്യേക മതത്തിന് വേണ്ടിയുള്ളതല്ലായിരുന്നു. യേശുവിൻ്റെ രക്ഷ ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടിയുള്ളതല്ലായിരുന്നു. ആമേൻ, സ്തോത്രം. സകല മാനവ ജനതയ്ക്കും വേണ്ടി ഒരുപോലെ രക്ഷ നൽകുവാൻ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ആമേൻ. യേശുവിനെ ആരെങ്കിലും കല്ലെറിഞ്ഞു കൊന്നതല്ല. അവൻ ഭവനഭേദനം നടത്തിയതുകൊണ്ട്, അവൻ മറ്റു കൊലപാതകം ചെയ്തതുകൊണ്ട് യേശുവിനെ ആരും കല്ലെറിഞ്ഞു കൊന്നതല്ല. അവന് രക്തസാക്ഷിയായി തീർന്നതല്ല. അവനെ ആരും അടിച്ചോടിച്ചതല്ല. പകരം യേശു തന്നെ കാൽവരി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. സ്തോത്രം, കോടതികളിലും, യഹൂദൻ്റെ രാഷ്ട്രീയ കോടതിയിലും മതകോടതിയിലും 7 പ്രാവശ്യം മാറി മാറി വിധിച്ചിട്ടും പീലാത്തോസ് പറയുകയാണ്, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് റോമൻ ഭരണാധികാരിയായിരുന്ന പീലാത്തോസ് തൻ്റെ കൈ കഴുകി ഒഴിയുമ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, അവൻ മൗനമായി നിന്നുകൊണ്ട് തന്നെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ദുഷ്ടനും ക്രൂരനുമായിരുന്ന ബറാബാസിനെ വിട്ടുതരിക, പകരം അനേക അന്ധന് കാഴ്ച കൊടുത്ത, അനേക മുടന്തനെ നടത്തിയ, അനേക രോഗിയെ സൗഖ്യമാക്കിയ, അനേക പക്ഷപാത രോഗിയെ നടത്തുമാറാക്കിയ, വിശന്നിരുന്നവന് ആഹാരം കൊടുത്ത യേശുവിനെ ക്രൂശിക്കുക എന്ന് ഒരു തലമുറ നിലവിളിക്കുമ്പോൾ യേശു മൗനമായി സമർപ്പിക്കുകയായിരുന്നു തന്നെ ക്രൂശിക്കുവാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ക്രൂശീകരണം സകല മാനവ ജനതയ്ക്കും പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയായിരുന്നു. സ്തോത്രം. ഇതിന് നീ എന്താ ചെയ്യേണ്ടത്? നിൻ്റെ മതം മാറേണ്ടതില്ല. നിൻ്റെ കുടുംബം നീ മാറേണ്ടതില്ല. നിൻ്റെ ജാതി നീ മാറേണ്ടതില്ല. നീ തീർത്ഥയാത്ര നടത്തേണ്ടതില്ല. നീ വിമാനം കയറേണ്ടതില്ല. നീ മല ചവിട്ടേണ്ടതില്ല. നീ മെഴുതിരി കത്തിക്കേണ്ടതില്ല. നീ സാമ്പ്രാണി പോയിക്കേണ്ടതില്ല. സ്തോത്രം. ഒരേ ഒരു മാർഗം, നിൻ്റെ 5 പൈസയുടെ ചിലവില്ലാതെ ഒരേ ഒരു മാർഗം കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നത് മാത്രം. ഞാൻ പ്രസംഗിക്കുന്നത് ഒരു ശിശുവായിരിക്കുന്ന യേശുവിനെ കുറിച്ചല്ല. ഞാൻ പ്രസംഗിക്കുന്നത് ഒരു കണ്ണാടിക്കൂട്ടിനകത്ത് അടയ്ക്കപ്പെട്ട യേശുവിനെ കുറിച്ചല്ല. ഞാൻ പ്രസംഗിക്കുന്നത് ഒരു അമ്മയുടെ മടിയിൽ ഉറങ്ങുന്ന ഒരു ശിശുവിനെ കുറിച്ചല്ല. ഞാൻ പ്രസംഗിക്കുന്നത് 33.5 വയസ്സം ഈ ഭൂമിയിൽ പാർത്തുകൊണ്ട് 33.5 വയസ്സിൽ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നുകൊണ്ട് അന്യൻ്റെ കല്ലറ അടയ്ക്കപ്പെട്ട് 3-ാം നാൾ ഹേ മരണമേ നിന്റെ ജയമോടെ ചോദിച്ചുകൊണ്ട് കല്ലറ ഭേദിച്ച് പുറത്തു വന്ന
40 ദിവസം യെരുശലേമിൽ ജനത്തിന് സാക്ഷിയായി തീർന്ന് 40 ദിവസം കഴിഞ്ഞ് ഒലിവുമലയിൽ വെച്ച് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ സ്വർഗാരോഹണം ചെയ്ത് ദൂതന്മാർ പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്ത് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളോട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു നിങ്ങൾ പോകുന്നവനെ കണ്ടതുപോലെ തന്നെ പിന്നെയും മടങ്ങി വരും. അങ്ങനെയെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നത് ആ മടങ്ങി വരാമെന്ന് വാഗ്ദാനം നൽകിയ, ആ മടങ്ങി വരാമെന്ന് ഉറപ്പ് നൽകിയ കർത്താവായ യേശുവിനെ കുറിച്ചാണ്. ആ യേശുവിന് മാത്രമേ നിനക്ക് സമാധാനം നൽകുവാൻ കഴിയുകയുള്ളൂ. ആ യേശുവിന് മാത്രമേ നിന്റെ തലമുറ ഒഴിവിക്കാൻ കഴിയുകയുള്ളൂ, നിന്റെ കുടുംബത്തിൻ്റെ അസമാധാനം മാറുവാൻ. ആമേൻ, സ്തോത്രം. നോക്കുക, ഓരോ അഡിക്ഷൻ സെൻ്റർ കഴിയാത്ത എത്രയോ ലഹരി വിരുദ്ധ ആശുപത്രികളുണ്ട്, കൗൺസിലറുകളുണ്ട്. പക്ഷെ അതിനൊന്നും കഴിയാത്ത വിടുതൽ നൽകുവാൻ ഒരേ ഒരു മാർഗം യേശു സൃഷ്ടിക്കുക എന്ന് മാത്രമാണ്. നാം നേരത്തെ കേട്ടതുപോലെ തന്നെ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കഴിയും, പറയുവാൻ കഴിയും. ജാതി മത വർണ്ണ വർഗവ്യത്യാസമില്ലാതെ യേശു സൗഖ്യം നൽകിയ, യേശു വിടുവിച്ച അനേകരെ കാണുവാൻ കഴിയും. നീ മദ്യപാനിയായിരിക്കാം, നീ ലഹരിക്ക് അടിമയായിരിക്കാം, നീ മോശമായി ജീവിക്കുന്ന വ്യക്തിയായിരിക്കും. പക്ഷേ യേശുവിന് പ്രശ്നമല്ല. യേശുവിനോട് കടന്നു വരിക, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവന് മാത്രമേ കഴിയുകയുള്ളൂ. മറ്റാർക്കും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുകയില്ല, മറ്റാർക്കും പാപം മോചിക്കുവാൻ കഴിയുകയില്ല. ആമേൻ, സ്തോത്രം. യേശുവിന് മാത്രമേ കഴിയൂ. കാരണം യേശു പാപം കൂടാതെ ജനിച്ചവൻ, യേശു പാപം കൂടാതെ ജീവിച്ചവൻ, യേശു പാപം കൂടാതെ മരിച്ചവൻ, അവൻ പാപം കൂടാതെ ഉയർത്തെഴുന്നേറ്റവൻ. അങ്ങനെയെങ്കിൽ ആ യേശുവിന് മാത്രമേ നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രസ്താവിക്കുന്ന, ആമേൻ, സ്തോത്രം, പ്രഘോഷിക്കുന്ന ഈ രക്ഷയുടെ സന്ദേശം അവൻ കേൾക്കുന്ന ഓരോരുത്തർക്കും ഒരിക്കൽ കൂടെ രക്ഷപ്രാപിക്കാൻ അവകാശമുണ്ട്. വചനം ഇങ്ങനെ പിന്നെ വിളിച്ചു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആമേൻ, ഞാൻ മുഖാന്തരം അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അങ്ങനെയെങ്കിൽ രക്ഷയുടെ സന്ദേശം കേൾക്കുവാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ നീ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട്, നീ ആമേൻ കിടക്കുന്ന കിടപ്പിലാണെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ഒരു വാക്ക് പറയേ, കർത്താവേ, നീ എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കടന്നു വന്നു എന്ന് ഞാൻ ഹൃദയം വിശ്വസിക്കുകയാണ്. ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപരഹിതനായി നിനക്ക് മാത്രമേ കഴിയുക വിശ്വസിക്കുന്നു. അതുകൊണ്ട് എൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഒരു രക്ഷകനായി, ഒരു ദൈവമായി, ഒരു പാപവിമോചകനായി കടന്നു വരണമേ എന്ന് നീ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. ആമേ, സ്തോത്രം. സൗജന്യമായ രക്ഷ ഇന്ന് പകൽക്കാലം നിന്നെ കരസ്ഥമാക്കുവാൻ സാധ്യമായി തീരും. ഇതൊരു രാഷ്ട്രീയക്കാരൻ്റെ പൊള്ളയായ വാഗ്ദാനമല്ല. ആമേൻ, സ്തോത്രം. ഇത് മറ്റാരുടെയും പരസ്യവാചകങ്ങളല്ല. ആമേൻ, അനുഭവിച്ച ആയിരങ്ങളുടെ, ആമേൻ, അനുഭവിക്കുന്ന ആയിരങ്ങളുടെ രക്ഷയുടെ നിത്യ സന്ദേശമാണിത്. അതുകൊണ്ട് ഈ രക്ഷ കരസ്ഥമാക്കുവാൻ, ഈ രക്ഷ പ്രാപിക്കുവാൻ, ആമേൻ, നിത്യജീവൻ ലഭ്യമാക്കുവാൻ, ആമേൻ, സ്തോത്രം, സകല പ്രിയപ്പെട്ടവരെയും ഒരുപോലെ, ആമേൻ, സ്തോത്രം, സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ വാക്കുകൾ ചുരുക്കുന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. രക്ഷ സൗജന്യമാണ്. ആമേൻ, ഇത് സുപ്രസാദ കാലമാകിയാൽ, ഇത് രക്ഷാദിവസമാകയാൽ, ആമേൻ, സ്തോത്രം, ഇന്നത്തെ പകൽക്കാലം യേശുവിൽ അംഗീകരിക്കുക, രക്ഷ പ്രാപിക്കുക, ആ രക്ഷ കരസ്ഥമാക്കുക. എല്ലാവരും സഹായിക്കട്ടെ പറഞ്ഞുകൊണ്ട് അവർ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ കേൾക്കുന്ന രക്ഷ വീണ്ടെടുപ്പിൻ്റെ രക്ഷ, നിത്യജീവന്റെ രക്ഷ, ന്യായവിധിയിൽ നിന്നുള്ള മോചനത്തിൻ്റെ രക്ഷ. വീണ്ടും കർത്താവ് യേശു ക്രിസ്തു വന്നു. തന്നിൽ വിശ്വസിക്കുന്ന, തൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്ന ഏത് വിശുദ്ധന്മാരെ ചേർക്കുവാനും യേശു വരും. ലോക സംഭവങ്ങൾ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ രക്ഷ നിങ്ങൾ വെറുതെ കളയരുത് എന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കണ്ണുകളടയ്ക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ചും, യേശു ക്രിസ്തുവിൻ്റെ സമാധാനത്തെക്കുറിച്ച്, യേശുവിൻ്റെ വിടുതലിനെക്കുറിച്ചും, യേശുവിൻ്റെ ആശ്വാസത്തെക്കുറിച്ചും, യേശു വരുന്ന രണ്ടാമത്തെ വരവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചും ഞങ്ങൾക്കൊരിക്കൽ കൂടെ പറയുവാൻ ദൈവം സഹായിച്ചല്ലോ. ആരെങ്കിലും ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ ഹൃദയത്തിനകത്തൊരു രൂപാന്തരം വന്ന് യേശു അവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിപ്പാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഈ ദേശനിവാസികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെടേണ്ടവർക്കായി സ്തോത്രം, രക്ഷിക്കപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരും ഒരുമിച്ച് നിത്യതയിൽ കാണുവാൻ സ്വർഗം സഹായിക്കും. ഇതിനായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. മഹത്വം തിരുമേനിയെടുക്കും. പ്രാർത്ഥനയ്ക്കായി സ്ഥലം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.